ആക്രമിക്കപ്പെട്ട കേസിൽ പല നിർണായക വിവരങ്ങളും പുറത്തു കൊണ്ടുവരാൻ ഇടപെട്ട മാധ്യമപ്രവർത്തകനാണ് റോഷിപ്പാൽ. കഴിഞ്ഞ ദിവസം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട റിപ്പോർട്ടർ ചാനലിലെ സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തിയതും റോഷിപ്പാലായിരുന്നു. ഈ സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ സുപ്രധാനമായ പല വിവരങ്ങളും കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനി വെളിപ്പെടുത്തിയിരുന്നു. ഇപ്പോഴിതാ നടി ആക്രമിക്കപ്പെട്ട കേസുമായി നടത്തിയ അന്വേഷണങ്ങളെക്കുറിച്ചും തന്റെ യാത്രയെക്കുറിച്ചുമെല്ലാം സംസാരിക്കുകയാണ് റോഷിപ്പാൽ. പൾസർ സുനിയുമായി ബന്ധമില്ലെന്നത് എട്ടാം പ്രതിയായ ദിലീപിന്റെ വാദമായിരുന്നു. അത് പൂർണ്ണമായും പൊളിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു അന്തരിച്ച സംവിധായകൻ ബാലചന്ദ്രകുമാർ നടത്തിയത്. പൾസർ സുനിയെ ദിലീപിന്റെ വീട്ടിൽ കണ്ടെന്നും ദിലീപിന്റെ സഹോദരനൊപ്പം ഒരുമിച്ച് യാത്ര ചെയ്തുവെന്നുമാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. പോലീസ് അത് അന്വേഷിച്ചിരുന്നു. താമസിച്ച ഹോട്ടലിൽ ടവർ ലൊക്കേഷൻ വെച്ച് എല്ലാം പോലീസ് അത് സ്ഥിരീകരിച്ചു. ബാലചന്ദ്രകുമാർ പറഞ്ഞത് എല്ലാം സത്യമാണെന്ന് ഘട്ടം ഘട്ടമായി പോലീസ് സ്ഥിരീകരിച്ചു. നടി ആക്രമിക്കപ്പെട്ട കേസുമായി മുന്നോട്ടു പോകുമ്പോൾ പലരും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്, അപകടമാണ് എന്ന്. മറുതലക്കിലുള്ളവർക്ക് അവരുടെ നിലനിൽപ്പാണ്, അതിനാൽ എന്തും ചെയ്യുമെന്ന്. എന്നാൽ സത്യം എന്താണെന്ന് പുറത്തറിയിക്കാൻ തീരുമാനിച്ചിരുന്നു. സ്നേഹത്തോടുള്ള ഭീഷണിയും സ്വാധീനിക്കാനുള്ള ശ്രമവും ഉണ്ടായിരുന്നു. ഇതൊന്നും ബാധിക്കാതിരുന്നത് ആ കേസിനെ വൈകാരികമായി എടുത്തതുകൊണ്ടാണ്. ആ പെൺകുട്ടിയുടെ ഒപ്പം നിൽക്കുക എന്നത് ഉത്തരവാദിത്വമായി ഏറ്റെടുത്തു. അവരുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കിയപ്പോഴാണ് ഈ പോരാട്ടം ഉപേക്ഷിക്കാൻ പാടില്ലെന്ന് മനസ്സിലാക്കിയത്. ആ സംഭവത്തിന് ശേഷം നടിയും കുടുംബവും ഒക്കെ തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു. കേസ് റിപ്പോർട്ടിങ്ങിനിടെ പലതും ഉണ്ടായിട്ടുണ്ട്. മുമ്പ് സാഗർ വിൻസെന്റ് എന്ന സാക്ഷി ഈ കേസിൽ കൂറുമാറിയപ്പോൾ അത് അന്വേഷിക്കാൻ ആലപ്പുഴയിൽ പോയിരുന്നു. നിരന്തരം ബന്ധപ്പെട്ട് സംസാരിക്കാൻ തയ്യാറാകാതിരുന്നപ്പോഴാണ് നേരിട്ട് കാണാൻ പോയത്. ട്രാപ്പിലാക്കാനുള്ള ശ്രമമാണ് നടന്നത്. ഒരു സംഘം ആക്രമിക്കാൻ വന്നു. ഇത് മനസ്സിലാക്കി ഓട്ടോ ഡ്രൈവർ തങ്ങളെയും കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു. അതൊരു അപകടം പിടിച്ച മേഖലയാണെന്ന് പിന്നീട് മനസ്സിലായി. സമൂഹ മാധ്യമങ്ങളിലൂടെ ഭീഷണി വന്നു. സ്വാധീനിക്കാൻ വലിയ രീതിയിൽ ശ്രമം നടന്നു. വലിയ പദവിയിലിരിക്കുന്നവരാണ് സ്വാധീനിക്കാൻ ശ്രമിച്ചത്. ഒരു ദിവസം ഒരു ഭരണഘടന പദവിയിലിരിക്കുന്ന വ്യക്തി നികേഷ് കുമാറിനെ വിളിച്ച് എന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചിരുന്നു. ഇത് ഞാൻ അറിഞ്ഞിരുന്നില്ല. പിന്നീട് ഇയാളുടെ വിശ്വസ്തൻ എന്നെ വിളിച്ചു. ഇക്കാര്യം നികേഷ് കുമാറിനോട് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന്റെ കോള് വന്നത് പറഞ്ഞത്. ഈ യാത്രയിലുടനീളം ദുരനുഭവമാണ് ഉണ്ടായത്. അതിജീവിതയുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ അനുഭവങ്ങൾ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടേയിരുന്നിരുന്നു. അതിക്രമത്തെക്കുറിച്ചല്ല, അവർ അതിനുശേഷം അനുഭവിച്ചതിനെ കുറിച്ച്. അന്ന് നടന്നത് എന്താണെന്ന് ഞാൻ ഒരിക്കൽ പോലും അവരോട് ചോദിച്ചിട്ടില്ല. അവർ സംസാരിക്കുമ്പോഴൊക്കെയും അവർ എന്നോട് വിതുമ്പിയിട്ടുണ്ട്. കോടതിയിൽ വെച്ച് ദൃശ്യങ്ങൾ ചോർന്ന സംഭവം വാർത്തയാകുമ്പോൾ നിയമവിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു, കോടതി അലക്ഷ്യമാകുമെന്ന്. എന്നാൽ കോടതി അലക്ഷ്യമായാലും ജനങ്ങൾ സത്യം അറിയണമെന്ന് തീരുമാനിക്കുകയായിരുന്നു. ആ വാർത്ത വന്നതോടെ ആ പെൺകുട്ടി വളരെ വിഷമത്തിലായി. തുടർന്നാണ് അവർ രാഷ്ട്രപതിക്ക് ദയാഹർജി അടക്കം നൽകുന്നത്. ഈ കേസിന്റെ പല സമയങ്ങളിലായി 21 പേരാണ് കൂറുമാറിയത്.